അടിവയറ്റിലേക്ക് ഉമ്മയുടെ അടിവയറ്റിലേക്ക് ബോൾഷിട്ട കാലുകൊണ്ട് ചവിട്ടുന്ന ചെറുപ്പക്കാരാ, നിന്റെ കാലുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നീ ചവിട്ടുമ്പോ ലോകത്തെല്ലാം നവമാധ്യമങ്ങൾ, ലോകത്തെല്ലാം ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, ലോകത്തെല്ലാം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എന്റെ സഹോദരങ്ങളെ, ഏതെല്ലാം ശാസ്ത്രം പുരോഗമിച്ച് ഏതെല്ലാം നിലയിലെത്തപ്പെട്ടാൽ ചന്ദ്രനിലതാ തട്ടുകൊടുക്കാൻ പോവുകയാണ്. നമ്മളെ കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ, ചന്ദ്രനിൽ പോലെ പുതിയ പുതിയ സ്ഥലങ്ങൾ രൂപപ്പെട്ടു വരികയാണ്. ഇതെല്ലാം നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും എന്തെല്ലാം സൗകര്യങ്ങൾ, എന്തെല്ലാം സംവിധാനങ്ങൾ വന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയേണ്ടതുണ്ട്, എനിക്ക് എന്റെ മുഖത്തിന്റെ ഈ മുഖത്തിന്റെ സൗന്ദര്യം വേണ്ട, വേറൊരു തരത്തിലുള്ള സൗന്ദര്യമാണ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചാൽ എനിക്ക് അല്ലാഹുവിന്റെ മുഖത്തിന്റെ അഴക് മാറ്റിയിട്ട് ആനമങ്ങാട് ഉസ്താദിന്റെ അഴകാണ് എനിക്ക് വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഭൗതിക ശാസ്ത്രം എത്രത്തോളം കുതിച്ചുയരുന്നെന്നറിയോ? പ്രിയപ്പെട്ടവരെ, കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറിയിലൂടെ നമ്മുടെ മുഖത്തിന്റെ ആകാര വടിവും ആകാര സൗട്ടവും മാറ്റാൻ കഴിയുമത്രേ. എന്റെ മുഖത്തിന്റെ ശൈലി മാറ്റാൻ കഴിയണമെന്ന് ചിന്തിച്ചാൽ എനിക്ക് എന്റെ മുഖത്തിന്റെ ആ ഭംഗി വേറൊരു ഭംഗിയാക്കണമെന്ന ചിന്ത വന്നാൽ അത് കൃത്യമായി ലക്ഷക്കണക്കിന് രൂപ കൊടുത്താൽ സൂപ്പർ സ്പെഷ്യാലിറ്റികളില് കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറിയിലൂടെ എന്റെ മുഖത്തെ മാറ്റാൻ കഴിയുമെന്നുള്ള ലോകത്തല്ലേ നമ്മളുള്ളത്. അപകടത്തിൽപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൂടി വാരി ഒരു ചാക്കിലിട്ട് കൊണ്ട് ആശുപത്രിയിൽ കൊടുത്താ പ്രിയപ്പെട്ടവരെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയയിലൂടെ അവന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളെയും തുന്നിച്ചേർത്തിട്ട് അവനെ നല്ലൊരു ചെറുപ്പക്കാരനാക്കി കൊണ്ടുവരാ ആയുസിട്ട് പടച്ചതമ്പുരാനായുസ് അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിയും രീതിയിൽ നൈപുണ്യം നേടിയ ഡോക്ടർമാരുടെ വൈദ്യശാസ്ത്രത്തിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ഞാനൊന്ന് ചോദിക്കട്ടെ, പെരുമ്പടപ്പിലെയും പട്ടാരിയിലെയും പട്ടേരിയിലെയും എന്റെ പെങ്ങളോട് എത്ര വലിയ ശാസ്ത്രം പുരോഗമിച്ചാലും എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ വയറ്റത്ത് കിടന്ന പൊന്നുമോ നിന്നെ ചവിട്ടുമ്പോ പൊന്നുമോനെ നിന്നെ മറക്കാതിരിക്കാ. ആ പൊന്നുമോനെ പള്ളയിൽ അല്ലാഹു തആല കൊടുത്ത ഒരു സ്ക്രാച്ച് ഉണ്ട്. ആ സ്ക്രാച്ചിന്റെ പേര് പൊക്കിളെന്നല്ലേ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പൊക്കിളിന്റെ ആ ഭാഗത്തെ സ്ക്രാച്ച് മാറ്റിയിട്ട് നടക്കുന്നവരുണ്ടോ? നിങ്ങൾ ഗൂഗിളിൽ പരിശോധിച്ചു നോക്ക്. എന്റെ ഉമ്മയെ മറക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പൊക്കിൾ കൊടി മാറ്റുകയാ. എന്റെ പൊക്കിൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഏത് മോനാ ലോക ചരിത്രത്തിലുള്ളത് കാണില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവളെ ഒരിക്കലും ആർത്തവക്കാരിയാകുന്നില്ല. എന്താണ് അതിന്റെ രഹസ്യമെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ലോകത്തെ ഏറ്റവും വലിയ വിശ്വകരനായ, ലോകത്തെ ഏറ്റവും വലിയ വൈദ്യശാസ്ത്രജ്ഞനായ മുഹമ്മദ് മുസ്തഫ, ഉമ്മിയായ അക്ഷരാഭ്യാസമില്ലാത്ത എഴുത്തും വായനയും അറിയാത്ത ഹബീബ്, മക്കയുടെ രാജാവ്, മദീനയുടെ ജേതാവിന്റെ കൽബിന്റെ നേതാവ്, എന്റെയും നിങ്ങളുടെയും വികാരമേ വിചാരമേ നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പഠിപ്പിച്ചതെന്തെന്നറിയോ? ഒരു പെണ്ണ് പിന്നെ ആർത്തവക്കാരിയാകുന്നില്ല, ഹൈലകാരിയാകുന്നില്ല, അവൾക്ക് പിന്നെ അശുദ്ധി ഉണ്ടാകുന്നില്ല. പ്രഗ്നന്റിന്റെ കാര്യങ്ങൾ എന്തുകൊണ്ടെന്നറിയോ? ആ പ്രഗ്നന്റ് പീരീഡിൽ നമ്മൾ ആർത്തവക്കാരിയാകാത്തതിന്റെ രഹസ്യം എന്തെന്നറിയോ? മുമ്പ് പ്രസവിച്ച പെങ്ങളെ അല്ലാഹു തമ്പുരാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളറകളിൽ നടത്തുന്ന പ്രക്രിയ, ആ പ്രൊസീജർ എന്താണെന്നറിയോ? നിന്റെ ആ ആർത്തവത്തിന്റെ ഞരമ്പിനെ അല്ലാഹു തആല ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ചെയ്തിട്ട് നിന്റെ പള്ളയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ പൊക്കിളിലേക്ക് അല്ലാഹു തആല നിക്ഷേപിക്കുകയാണ്. പിന്നെ നിന്റെ ദുഷിച്ച രക്തമായ ആ രക്തമുണ്ടല്ലോ, ആ രക്തത്തെ അല്ലാഹു തആല ശുദ്ധിയാക്കിയിട്ട് നിന്റെ പള്ളയിൽ കിടക്കുന്ന കുഞ്ഞിനെ ഭക്ഷണമാക്കുകയാ. ഏറ്റവും വലിയ പ്രോട്ടീനുള്ള ഭക്ഷണമാക്കി അല്ലാഹു കൊടുക്കുകയാ. 9 മാസം 10 ദിവസം പ്രസവിക്കാൻ കാത്തിരിക്കുന്ന പെങ്ങളെ, ആ കാലയളവിന് ആദ്യത്തെ 4 മാസം മാറ്റി വെച്ചാൽ പിന്നെ 5 മാസമോ 10 ദിവസമോ നിന്റെ പൊന്നുമോള് കുടിക്കുന്നത് കഴിക്കുന്നത് നിന്റെ ആർത്തവ രക്തത്തെ അല്ലാഹു തആല ശുദ്ധിയാക്കിയിട്ട് പൊക്കൽ കൊടിയിലൂടെ കൊടുക്കുകയാ. ആ കുഞ്ഞ് പ്രസവിക്കുന്ന സമയത്ത് ആ ഞരമ്പോട് കൂടിയിട്ടല്ലേ പുറത്തേക്ക് വരുന്നത്. ആ സമയത്തല്ലേ ഡോക്ടർമാരത് കട്ട് ചെയ്യുന്നത്.
ചെയ്യുന്നത്. അതാ നമ്മൾ പറയുന്നത് പൊക്കൽ കൊടി മുറിക്കുന്നു എന്ന്. അത് കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് വീണ്ടും അതാ ആർത്തവക്കാരിയാവുകയാ. ഈ ഉമ്മാന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഓരോ ആണിനും ഓരോ പെണ്ണിനും അല്ലാഹു കൊടുത്തത് പൊക്കൽ കൊടിയുടെ ബന്ധമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെരുമ്പഴപ്പുകാരാ, ഒരു മനുഷ്യന് ഉമ്മയോടുള്ള ബന്ധം എത്രയാ വിശദീകരിക്കേണ്ടതുണ്ടോ? ഇനി നമുക്ക് പറയേണ്ടതുണ്ടോ? ലോകം എത്ര പുരോഗമിച്ചാലും മനുഷ്യൻ എത്ര അഭ്യുന്നതിയിലെത്തിയാൽ എന്റെ വയറ്റത്തുള്ള മക്കള് എന്റെ ജന്മം നൽകിയ പ്രിയപ്പെട്ട ഉമ്മയെ ഓർക്കാൻ വേണ്ടിയിട്ടല്ല തന്നതാണ്. അത് മറക്കാൻ എനിക്ക് എങ്ങനെയാ കഴിയുക? ഈ ബന്ധമല്ലേ ഉമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം. ഇനി ഞാൻ ചോദിക്കട്ടെ, രണ്ടാമത്തെ ബന്ധം ഏതാണ്? ഒരു മകനും മകളും തന്റെ വാപ്പയുമായിട്ടുള്ള ബന്ധമാണ്. എന്റെ ഈ കയ്യിലെ ഒരു രോമമൊന്ന് പറിച്ചെടുത്തെന്നിരിക്കട്ടെ, എന്നിട്ട് എന്റെ പിതാവിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ രോമം പറിച്ചെടുത്തു, എന്നിട്ട് കൊണ്ടുവന്ന് DNA ടെസ്റ്റ് നടത്തിയ എന്റെ വാപ്പയാണോ ആ വാപ്പയെന്ന് തിരിച്ചറിയാൻ ഭൗതിക ശാസ്ത്രത്തിന് കഴിയുകയാണല്ലോ. എന്റെ ശരീരത്തിന്റെ ഒരു രോമം എടുത്തുകൊണ്ടുപോയി എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഏതെങ്കിലും ഒരു രോമം കൂടിയെടുത്താൽ അത് എന്റെ വാപ്പയാണോ? ആ വാപ്പയുടെ രേഖസ്കലത്തിൽ നിന്നാണോ ഞാൻ ഉണ്ടായത്? ആ വാപ്പയുടെ ബീജത്തുള്ളിൽ നിന്നാണോ ഞാൻ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ DNA ടെസ്റ്റിലൂടെ കഴിയുമെന്ന് ശാസ്ത്രം തെളിയിച്ചപ്പോൾ ആ നിലയിലെ വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം സുദൃഢമാണ് പ്രിയപ്പെട്ടവരെ, ഒരു ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റുകയാ. ഇനി ഞാൻ മറ്റൊരു ബന്ധത്തെ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആനമങ്ങാട് ഉസ്താദും ഞാനും തമ്മിൽ സുഹൃത്തുക്കളാണെന്നിരിക്കട്ടെ, ഒരു പ്രായക്കാരാണെന്നിരിക്കട്ടെ, എന്നെ പറ്റി അറിയാൻ നിങ്ങൾ എന്നെ പറ്റി ആളുകളോട് ചോദിക്കേണ്ടി വരില്ല. എന്നെ പറ്റി അറിയാൻ നിങ്ങൾ എന്നെ പറ്റി ആരോടും ചോദിക്കണ്ട. എന്റെ പ്രിയപ്പെട്ട ആത്മസുഹൃത്ത് ആനമങ്ങാട് ഉസ്താദാണെങ്കിൽ ആനമങ്ങാട് ഉസ്താദ് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവിടെ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എന്നെ പറ്റി നിങ്ങൾ അറിയണ്ട, എന്നെ പറ്റി നിങ്ങൾ ചോദിക്കണ്ട. ആനമങ്ങാട് ഉസ്താദ് എങ്ങനെയാണ് അതിന്റെ പതിപ്പായിരിക്കും ഞാൻ. എന്തുകൊണ്ടെന്നറിയോ? എന്റെ ഏറ്റവും അടുത്ത ഹൃദയത്തിന്റെ ഭാഗമാണ്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഉസ്താദെങ്കിൽ ആ ഉസ്താദ് തന്നെയാണ് ഞാൻ. ആ ഉസ്താദിന്റെ പ്രവൃത്തി തന്നെയാണ് എന്റെ പ്രവൃത്തി. അനിൽ മർഇലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാരീനി യഖ്തദീ. ഒരാളെ പറ്റി അറിയാൻ അയാളെ പറ്റി അന്വേഷിക്കേണ്ട കാര്യമില്ല. അവന്റെ സുഹൃത്തിനോട് ചോദിച്ചാൽ മതി, അവനെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്ന ബന്ധമാണ് സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പൊക്കിൽ കൊടിയുടെ ബന്ധമാണ് ഉമ്മയുമായിട്ടുള്ള ബന്ധമത്രേ. DNA ടെസ്റ്റിലൂടെ ഒരു രോമത്തെ പോലെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറ്റുന്ന ബന്ധമാണ് വാപ്പയും തമ്മിലുള്ള ബന്ധമത്രേ. ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ നിഴലാണ്, കണ്ണാടിയാണ്. കൃത്യമായ കൂട്ടുകാരനെന്നിരിക്കവേ പടച്ചവനും നമ്മളും തമ്മിലുള്ള ബന്ധമേതെന്നറിയോ? അതിനുശേഷം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോടും മറ്റൊരു ബന്ധത്തെ പറ്റി പറയാ. ഏറ്റവും കൂടുതൽ എന്റെ ന്യൂനത അറിയുന്നതാരാണെന്നറിയോ? ആനമങ്ങാട് ഉസ്താദ് എന്ന എന്റെ സുഹൃത്തല്ല, എന്റെ വാപ്പയല്ല, എന്റെ ഉമ്മയല്ല. എന്റെ ന്യൂനത ഏറ്റവും കൂടുതൽ അറിയുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ ചിന്തിക്കണേ. ഒരു നിമിഷം നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങൾ ഈ പ്രസംഗത്തിന്റെ ശകലങ്ങളിലൂടെ കൊണ്ടുവരണേ. ഒരു മനുഷ്യന്റെ ന്യൂനത ഏറ്റവും കൂടുതൽ അറിയുന്നത് ഏതാണ്? ഒരാളുടെ ന്യൂനത ഏറ്റവും കൂടുതൽ അറിയുന്നത് ആരാണ്? എന്താ? പറ, ബുദ്ധിയുണ്ടാ നോക്കട്ടെ, പറയടാ. നമ്മുടെ ന്യൂനത, നഗ്നത ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ളത് എന്താണ്? ഏത് വസ്തുവാണ്? പറ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ന്യൂനത ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താന്ന് പറ. ഉടുത്തിരിക്കുന്ന തുണിയല്ലേ? ആരും കാണാത്തത് എന്റെ ഈ മുണ്ട് കണ്ടിട്ടില്ലേ? ആരും കാണാത്തത് നിങ്ങൾ ഉടുത്തു കുളിക്കുന്ന തോറത്ത് കണ്ടിട്ടില്ലേ? ചിന്തിക്കാൻ വേണ്ടി പറയാം. മനസ്സ് അങ്ങോട്ടൊന്നും കൊണ്ടുപോകണ്ട, ഇവിടെ നിക്കി. നമ്മൾ എത്ര അടുപ്പമുണ്ടെന്ന് പറഞ്ഞാലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണെങ്കിലും വാപ്പയും തമ്മിലുള്ള ബന്ധമാണെങ്കിലും നമ്മുടെ സകല ന്യൂനതകളും അറിയുന്നത് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ്. അതോളം നമ്മുടെ ന്യൂനത കാണുന്ന വേറൊരു വസ്തു ഇല്ല. ഒരു വസ്തു ഇല്ല.
എന്നാൽ വിശുദ്ധ ഖുർആൻ ഭാര്യ ഭർത്താക്കന്മാരെ പറ്റി പറഞ്ഞത് ഹുന്ന ലിബാസുൽ ലക്കും വഅന്തും ലിബാസുൽ ലഹുൻ. നീ നിന്റെ ഭാര്യയും വസ്ത്രം പോലെയാണ് എന്നാണ്. പരസ്പരം വസ്ത്രം പോലെയാണ് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഏത് ന്യൂനതയും ഭാര്യയ്ക്കറിയാം, ഭാര്യയുടെ ഏത് ന്യൂനതയും ഭർത്താവിനും അറിയാം. ഒരു പെണ്ണിനറിയാം ഭർത്താവ് ചിലപ്പോൾ വലിയ ആളായിരിക്കും, പക്ഷെ സ്വന്തം ഭാര്യയോട് ചോദിച്ചു നോക്കണ ഇയാൾ ആരാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം വസ്ത്രം പോലെയാണ്. ഉമ്മയുടെ ബന്ധം പൊക്കൽ കൊടി ബന്ധം മാറ്റാൻ പറ്റില്ല. വാപ്പയുടെ ബന്ധം ഒരു രോമം പോലും നമുക്ക് പറിച്ചെടുത്താൽ പരിശോധനയിൽ വാപ്പയുടെ രക്തത്തിന്റെ ഓരോ ചലനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂട്ടുകാരന്റെ ബന്ധം ചങ്ക് ബ്രോന്നൊന്നും പറയണ്ട, ന്യൂ ജനറേഷന്റെ ഭാഷയിൽ ചങ്ക് ബ്രോന്നൊന്നും പറയണ്ട. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം. ഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം. സു എന്ന് പറഞ്ഞാൽ നല്ലത്. സു എന്ന് പറഞ്ഞാൽ നല്ലത്. അപ്പൊ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയം. അപ്പൊ ഞാൻ സലീം കോടത്തൂർ എന്റെ സുഹൃത്താന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എന്റെ നല്ല ഹൃദയമാണെന്നല്ലേ? അപ്പൊ അത്രയും ബന്ധമാണ് കൂട്ടുകാരെ തമ്മിലുള്ളത് അല്ലേ? എന്നാൽ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച ഞാൻ ഏതാനും ചില ഉദാഹരണങ്ങൾ നിങ്ങളോട് പറഞ്ഞതാണ്. പടച്ചവനും നമ്മൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? പറ. ഉമ്മയും മകനും പോലെയാണോ? വാപ്പയും മകനും പോലെയാണോ? കൂട്ടുകാർ തമ്മിലുള്ള ബന്ധമാണോ? സകല ന്യൂനതകളും അറിയുന്ന ഭാര്യ ഭർത്തൃ ബന്ധം പോലെയാണോ? അല്ല. അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ റാഫിലൂടെ പരിചയപ്പെടുത്തുകയാ. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. ഞാൻ അവന്റെ കരണഞരമ്പിനേക്കാൾ അടുത്തിരിക്കുകയാണ്. അല്ലാഹു നമ്മളോട് എങ്ങനെയാണ് അടുത്തിരിക്കുന്നതെന്നറിയോ? നമ്മുടെ കരണഞരമ്പിനേക്കാൾ വലിയ അടുപ്പമാണ് പടച്ചതമ്പുരാൻ നമ്മളോടുള്ളത്. സഹോദരങ്ങളെ, ഏത് കുശലാന്വേഷണവും നടത്താൻ പറ്റുന്ന രീതിയിൽ, എന്ത് വർത്തമാനവും നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ, ഏത് സങ്കടങ്ങളും പറയാൻ പറ്റുന്ന രീതിയിൽ, എന്ത് പരാതികളും ബോധിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ പടച്ചവൻ നമ്മളോട് അടുത്തിരിക്കുകയാ. അല്ലാതെ ജനറേഷൻ പറയുന്നത് പോലെ, നിരീശ്വരവാദികൾ പറയുന്നത് പോലെ, മുസ്ലിം പറയുന്നത് പോലെ, ബുദ്ധിജീവികളും അവകാശപ്പെടുന്ന കുബുദ്ധികൾ പറയുന്നത് പോലെ അല്ലാഹു ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ, കാണാത്ത ദൈവത്തിനെ എന്തിനാ ആരാധിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, എന്തിനാ കാണാത്ത വൈറസിന്റെ പേരിൽ മാസ്ക് ധരിച്ചതെന്ന് തിരിച്ചു ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. കാണാത്ത ദൈവത്തിനെ എന്തിനാ നിങ്ങൾ ആരാധിക്കുന്നതെന്ന് ചോദിക്കുന്ന നിരീശ്വരവാദിയെ, കാണാത്ത വൈറസിനെ പേടിച്ചുകൊണ്ട് എന്തിനാ മാസ്ക് ധരിച്ചത്? എന്തിനാ സോഷ്യൽ ഡിസ്റ്റൻസ് നടത്തിയത്? എന്തിനാ നിങ്ങൾ കൈ കഴുകിയത്, സാനിറ്റൈസ് ചെയ്തത്? ഇത് ചോദിച്ചാ പിന്നെ നിരീശ്വരവാദികൾക്ക് മറുപടിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവൻ നമ്മളോട് ചേർന്നിരിക്കുന്നത് നമ്മുടെ ഭാര്യയുടെ അടുപ്പം പോലെയല്ല, നമ്മുടെ വാപ്പയുടെ അടുപ്പം പോലെയല്ല, നമ്മുടെ ഉമ്മയുടെ അടുപ്പം പോലെയല്ല. എന്റെ പെങ്ങളെ, ജീവിതത്തിൽ നിങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത് പൊന്നുമക്കളല്ല, ഉമ്മയോട് സ്നേഹമുള്ള പൊന്നുമക്കളുണ്ടല്ലോ. ഉമ്മയൊന്ന് കാണാതിരിക്കുമ്പോ നെഞ്ചിനീറുന്ന മക്കളെ, വാപ്പയൊന്ന് കാണാതിരിക്കുമ്പോ ഹൃദയം പിടയ്ക്കുന്ന മക്കളെ, ഭാര്യയെ കാണാതിരിക്കാൻ കഴിയാതെ ഭർത്താവ് പൊട്ടിക്കരയുമ്പോ, ഭർത്താവിനെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയാത്ത ഭാര്യമാരെ, കൂട്ടുകാരെ പിരിഞ്ഞിരിക്കാൻ വെക്കേഷൻ സമയത്ത് പോലെ സ്കൂളിൽ പഠിക്കുന്ന സഹപാഠികളെ, കോളേജിലെ സഹപാഠികളെ, ക്ലാസ്മേറ്റ്സിനെ പോലെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലെ സങ്കടപ്പെട്ടുകൊണ്ട് ഏത് സമയത്ത് കൂട്ടുകാരെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവര്, പ്രേമിക്കുന്ന പ്രേമബാലത്തിനെ ഇഷ്ടപ്പെടുന്ന കാമുകിയെ കാണാൻ കഴിയാതെ സങ്കടപ്പെടുന്നവര്, നമുക്കുള്ള ഏറ്റവും വലിയ സങ്കടം അതാണോ? അല്ല. ഏറ്റവും വലിയ സന്തോഷം കാണലാണോ? അല്ല. ഏറ്റവും വലിയ സന്തോഷം ഏതെന്നറിയോ? നീറുന്ന നൂറ് പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോൾ, ഏത് സങ്കടം നമുക്ക് വരുമ്പോൾ അല്ലാഹു പറയുകയാണ്, വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്.
പടച്ച തമ്പുരാൻ നമ്മളോട് അടുത്തിരിക്കുന്നത് കരണഞരമ്പിനേക്കാ വലിയ അടുപ്പമാണ് പെങ്ങളെ. കരണഞരമ്പെന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, ആ ഞരമ്പങ്ങാനം മുറിഞ്ഞു പോയാ പിന്നെ ജീവനപകടത്തിലാ. കരണഞരമ്പ് മുറിഞ്ഞു പോയാ ജീവനപകടത്തിലാ. ആ ജീവനപകടത്തിലാകുന്ന ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നത് കരണഞരമ്പിനേക്കാൾ പടച്ച തമ്പുരാൻ നമ്മളോട് അടുത്ത് നിൽക്കുകയാണെന്ന് പറയുമ്പോ സഹോദരിമാരെ, ജീവിതത്തിൽ ഇന്നലകളിൽ കഴിഞ്ഞു പോയ പൂർവ്വസൂരികളായ മഹത്തുക്കളിൽ ഒരു മഹാനുഭാവന്റെ അല്ലാഹുവായിട്ടുള്ള കുശലാന്വേഷണപ്പ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ. വേറെ ആരുമല്ല, മഹാനായ അബൂ സുലൈമാനു ദാറാനി റളിയല്ലാഹു തആല അൻഹു. ഇബ്നു ഹജർ തങ്ങൾ തന്റെ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യമാണ്. എന്റെ പെങ്ങളെ, നമുക്ക് രാവിന്റെ പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ രാവുകളിലും പകലുകളിൽ ഇതുപോലെ നമുക്ക് പടച്ചവനോട് കുശലം പറയാൻ കഴിയണം. അല്ലാഹുവിനോട് നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ കഴിയണം. അബൂ സുലൈമാനു ദാറാനി തങ്ങൾ പടച്ചവനോട് സംഭാഷണം നടത്തിയ രീതി എന്തെന്നറിയോ? കേൾക്കുമ്പോ രോമാഞ്ചം തോന്നിപ്പോകും. പടച്ച റബ്ബേ, ഇത്രയും വലിയ അടുപ്പമാണോ പടച്ചവനുമാകട്ടെ സുലൈമാനു ദാറാനി തങ്ങൾക്ക്? ഇത്രയും വലിയ അടുപ്പമാണോ മഹത്തുക്കൾക്ക് ഉണ്ടായിരുന്നത്? ആ ബന്ധമാ നമ്മൾ ഉണ്ടാക്കേണ്ടത്. ആ ബന്ധത്തിന് വേണ്ടിയിട്ടാ റമദാനിലെ നോമ്പല്ല തന്നത്. ആ ബന്ധം നോമ്പ് കൊണ്ടാണ് നമുക്ക് നേടിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് റമദാൻ മാസത്തിന്റെ വിശദീകരണം നടക്കുന്നതിന്റെ ഇടയിൽ അല്ലാഹ് നമ്മളെ തൊട്ടടുത്തുണ്ടെന്ന് പറയുന്നതിന്റെ പിന്നിലെ ചേരോ വികാരമതാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ടുള്ള കുശലാന്വേഷണത്തിന്റെ രീതി എങ്ങനെയെന്നറിയോ? അബൂ സുലൈമാനു ദാറാനി തങ്ങൾ പടച്ചവനോട് രാത്രികാലങ്ങളിൽ സംസാരിക്കുന്ന അവരുടെ സംഭാഷണത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുകയാണ് തന്റെ ഗ്രന്ഥത്തിൽ. എന്താണ് അബൂ സുലൈമാനു ദാറാനി തങ്ങൾ പറഞ്ഞതെന്നറിയോ? അല്ലാഹുവേ, ലൈൻ താലത്നി ബിദംബി ലഅത്ലുബന്നക ബിഅഫ്വിക. പടച്ചവനെ, പരലോകത്ത് നീ എന്റെ പാപങ്ങളെങ്ങാനും ചോദിച്ചാൽ, ഇവിടെ ഞാൻ പാപങ്ങൾ ചെയ്തവനാണല്ലോ, പാപങ്ങൾ ചെയ്തവനാണല്ലോ. നാളെ പരലോകത്ത് പടച്ച തമ്പുരാനെ നിന്റെ കോടതിയിൽ ഞാൻ വരുമ്പോൾ സാക്ഷികളും വാദികളും പ്രതികളും മാത്രമുള്ള കോടതി, വക്കീലുമാരില്ലാത്ത കോടതി, ലക്ഷക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്താൽ കേസിന്റെ ഗതിവിഗതികളെ മാറ്റുന്ന വക്കീലുമാരില്ലാത്ത കോടതി. ആ കോടതിയിൽ പടച്ചവനെ നീ എന്റെ പാപങ്ങളെങ്ങാനും എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ, ലൈൻ താലത്നി ബിദംബി, ഞാൻ ചെയ്ത പാപങ്ങളെങ്ങാനും എടുത്ത് നീ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വായിച്ചാൽ, ലഅത്ലുബന്നക ബിഅഫ്വിക, ഞാൻ നിന്നോട് പറയും പടച്ചവനെ, ഞാൻ പാപി തന്നെയാ, ഞാൻ വലിയ പാപം ചെയ്തവനാണ്, പാപിയാണ്, സമ്മതിച്ചു. പക്ഷേ ലഅത്ലുബന്നക ബിഅഫ്വിക, ഞാൻ നിന്നോട് ചോദിക്കുന്നത് നീ പൊറുക്കുന്നവനല്ലേ, നീ അഫ്വ് ചെയ്യുന്നവനല്ലേ, എനിക്ക് അഫ്വ് ചെയ്തൂടെ എന്ന് ഞാൻ ചോദിക്കൂ. എന്തോ ഒരു വർത്തമാനമാണ് പടച്ചവനോട് സുലൈമാനു ദാറാനി തങ്ങൾ ചോദിച്ചത്. അങ്ങനെ ഒരു സംഭാഷണം നടത്താൻ അബൂ സുലൈമാനു ദാറാനി തങ്ങളുടെ മനസ്സിൽ അല്ലാഹു എത്രത്തോളം ഇടം പിടിച്ചത് കൊണ്ടാ ഈ ലോകത്ത് ഞാൻ ചെയ്തു പോയ പാപങ്ങളെങ്ങാനും നീ എടുത്ത് എന്റെ മുന്നിലെങ്ങാനും നിരത്തിയാൽ, നിന്റെ അഫ്വ് ഞാൻ ചോദിക്കും നാളെ. കാരണം എന്താണ്? അഫ്വിന്റെ ഉടമസ്ഥനാണ് നീ, നീ മാപ്പ് കൊടുക്കുന്നവനാ. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളിൽ പറയേണ്ടത് ആയിഷ ബീവിയോട് തിരുനബി പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നീ മാപ്പ് കൊടുക്കുന്നവനാണ്, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് മാപ്പ് തരണേ തമ്പുരാനെ. അല്ലാഹു മാപ്പ് കൊടുക്കുന്നവനാണ്. നോക്കൂ, എത്രത്തോളം മാപ്പ് തരുന്ന പടച്ച തമ്പുരാൻ. നമ്മുടെ വീട്ടിലെങ്ങാനും ഏതെങ്കിലും ഒരു പണിക്കാരനെ നിർത്തി ആ പണിക്കാരന് വെള്ളവും ഭക്ഷണവും ഒക്കെ നമ്മൾ കൊടുത്തു, വസ്ത്രവും കിടക്കാനുള്ള സൗകര്യവും ഒക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. പക്ഷെ നമ്മൾ പറയുന്നത്, ഈ പണിക്കാരൻ നമ്മുടെ വീട്ടിലെ ജോലിക്കാരൻ ബംഗാളിയോ ആസാമിയോ ബീഹാരിയോ അല്ലെങ്കിൽ വേറെ ആരോ ആവട്ടെ, അയാൾ കേട്ടില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ പിന്നെ ഭക്ഷണം കൊടുക്കൂല, നമ്മൾ പിന്നെ വെള്ളം കൊടുക്കില്ല, നമ്മൾ അവനെ പിരിച്ചുവിടും. എന്നാ നോക്ക്, അല്ലാഹു തആല സുഭിക്ഷമായി ഭക്ഷണം തന്നു, സുഭിക്ഷമായി ഭക്ഷണം തന്ന് ഫലസ്തീനിൽ നിങ്ങൾ നോക്ക്, ബാംഗ്ലൂരിൽ തൊട്ടടുത്ത് ഫലസ്തീൻ വരെ പോണ്ട. ഇപ്പതാ ബഹുമാനപ്പെട്ട നമ്മുടെ സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് എത്ര കുപ്പി വെള്ളമാ തരുന്നത്? ഇഷ്ടം പോലെ കുടിക്കാം, വെള്ളം യഥേഷ്ടം കുടിക്കാം. ആ
വെള്ളം നമ്മുടെ മുന്നിലേക്ക് എത്തി നമ്മൾ കുടിക്കുന്നു, ദാഹം തീരുവോളം കുടിക്കുന്നു. തൊട്ടടുത്ത സംസ്ഥാനമാകുന്ന കർണാടകത്തിന്റെ ബാംഗ്ലൂർ സിറ്റിയില് വണ്ടി വാഷ് ചെയ്യുകയോ ചെടി നനയ്ക്കുകയോ ചെയ്താൽ അവിടെ പെനാൽറ്റി ഉണ്ട്. വണ്ടി കഴുകാൻ പാടില്ല, ചെടി നനയ്ക്കാൻ പാടില്ല, പെനാൽറ്റിയാണ്. കാരണം എന്താണ്? വെള്ളമില്ലാതെ ഒരു നഗരം, അതും ഇന്ത്യ രാജ്യത്തെ അറിയപ്പെടുന്ന സിറ്റികളിൽ ഒരു സിറ്റിയായ ബാംഗ്ലൂർ സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ എവിടെയെങ്കിലും വണ്ടി കഴുകുകയോ ചെടി നനയ്ക്കുകയോ ചെയ്താൽ എത്രയോ രൂപ പെനാൽറ്റി അടക്കേണ്ടി വരുന്നു. കാരണം ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല. പെരുമ്പടപ്പിലുള്ളതെന്ന ഭാഗ്യം എത്രയാ? വയല് കേട്ടോണ്ടിരിക്കുമ്പോ ലോഡ് കണക്കിന് വെള്ളം നമ്മുടെ മുന്നിൽ സംഘാടകരെ കൊണ്ട് തന്നുകൊണ്ടേയിരിക്കുന്നു. കുടിക്കാൻ, കഴുകാൻ, കുളിക്കാൻ, മുഖം കഴുകാൻ. അള്ളാഹു എത്ര ഭാഗ്യം തന്നു, എത്ര ഭാഗ്യം തന്നു. അപ്പൊ ഈ അള്ളാഹു നമ്മളോട് കാണിക്കുന്ന ഔദാര്യം എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കിയേ. പടച്ചവനോട് അബൂ സുലൈമാൻ ദാറാനി തങ്ങൾ പറയാ, പടച്ചവനെ ഞാൻ പാപം ഒരുപാട് ചെയ്തിട്ടുണ്ട്, റമളാൻ മാസത്തിൽ എന്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഇന്നിപ്പോ പരിശുദ്ധ റമളാൻ മാസത്തിൽ ഞാൻ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇഫ്താർ ഉണ്ടായി. ആ ഇഫ്താറിന് പോകാൻ വേണ്ടിയിട്ട് ഞാനും മറ്റൊരു ഉസ്താദും കൂടി തിരുവനന്തപുരത്ത് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഉസ്താദിന്റെ വീട്ടിലത്തേക്ക് ആവശ്യമായ കുറച്ച് സ്നാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് സൈഡ് ചെയ്ത് ആ സമയത്ത് ഉസ്താദ് ഇറങ്ങി. ഞാൻ ആ വണ്ടിയിൽ തന്നെ ഇരുന്നു. അദ്ദേഹം സാധനം വാങ്ങുന്നതിനിടയിൽ ഞാൻ കണ്ടൊരു കാഴ്ച എന്താണെന്നറിയോ? സങ്കടം തോന്നിപ്പോയിട്ടുണ്ട്. ഈ മുസ്ലിം പെണ്ണിന് എന്തു പറ്റി? നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നമ്മളെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് പ്രശ്നമുള്ളതല്ല. നിങ്ങൾ വിഴുങ്ങിയാലും എവിടം വരെ വിഴുങ്ങും, നിങ്ങൾ പറഞ്ഞാൽ എവിടം വരെ പറയും. നമ്മുടെ ജോലി എന്താണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീന് ജനങ്ങളുടെ മുമ്പിൽ കാശുകാരന്റെ കീശയിലെ കാശ് മോഹിക്കാതെ, ഒരുത്തന്റെ മുഖവും നോക്കാതെ, സത്യസന്ധമായി, നിസ്വാർത്ഥമായി, നിഷ്കളങ്കമായി, ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ ദീന് ജനങ്ങളുടെ മുമ്പിൽ പറയുക എന്ന ഉത്തരവാദിത്വമാണ്. അത് നിർവഹിക്കുക തന്നെ ചെയ്യും. എന്ത് ആക്ഷേപം വന്നാലും, ഏതെല്ലാം ആക്ഷേപങ്ങൾ കേട്ടാലും അതിലൊന്നും തളരാത്ത നിലയിൽ അല്ലാഹുവിന്റെ ദീൻ പറയാൻ കഴിയും. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തി തരട്ടെ. മുസ്ലിം പെണ്ണ്, മുഖമക്കരയിട്ട മുസ്ലിം പെണ്ണ് വൈകുന്നേരം ഒരു 5 മണിയാകുന്നു തന്റെ കാമുകനോടൊപ്പം. കാരണം എന്താ കാമുകൻ എന്ന് പറയാൻ കാരണം? അവൾ വിവാഹിതയല്ല. കോളേജിലെ ഏതോ ഒരു സ്റ്റുഡന്റ്. ആ പെണ്ണും കാമുകനും കൂടി പരസ്യമായിട്ട് 5 മണിക്ക് ചായ കുടിക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ശരീഅത്ത് അനുവദിക്കുന്ന ചില പീരീഡ് ഉണ്ട്. അപ്പോഴും ഇസ്ലാം എന്താ പഠിപ്പിച്ചത്? പരസ്യമായിട്ട് അള്ളാഹുവിന്റെ ദീനിനെ അധിക്ഷേപിക്കാതെ, ആക്ഷേപിക്കാതെ, പടച്ചവന്റെ ദീനിനെ കളിയാക്കാതെ, ഇസ്ലാമിന്റെ ചിഹ്നത്തെ ബഹുമാനിച്ചുകൊണ്ട് നീ കഴിക്കുമ്പോൾ വളരെ കൃത്യമായി, ഗോപ്യമാക്കി, രഹസ്യമാക്കി കഴിക്കണമെന്നല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? പട്ടാപ്പകല് 5 മണിക്ക് പരസ്യമായിട്ട് 100 കണക്കിന് ആളുകൾ നടന്നു പോകുന്ന നഗരമധ്യത്തിൽ തലയിൽ തുണിയിട്ടുകൊണ്ട്, എന്നാ ശൈത്താനെ നീ തലയിൽ നിന്ന് തുണിയെടുക്ക്, അത് ചെയ്യില്ല. പ്രത്യേകിച്ച് നമ്മളെയൊക്കെ കാണുമ്പോൾ നമ്മളെയൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മളെ കണ്ടാൽ പിന്നെ അവർക്ക് അങ്ങോട്ട് വീര്യം കൂടുകയാണ്. പ്രസംഗിക്കടാ, നീ ചെന്ന് പ്രസംഗിക്കട, കാണട്ടെ എന്നുള്ള ഒരു ശൈലിയിലാണ് പിന്നീട് അവരുടെ പെരുമാറ്റം. ആ നിലയില് കാമുകന്മാരുമായിട്ട് പകല് നേരങ്ങളിൽ റമളാൻ മാസത്തിന്റെ മാഹാത്മ്യത്തെ പോലും പിച്ച് ചീന്തിക്കൊണ്ട് ഇതെപ്പോഴാണ് സിറ്റിയിലെ ഒരു ഇമാം എന്നുള്ള നിലയിൽ ഇഫ്താറിന് പോകാറുണ്ട്. CM വിളിച്ച ഇഫ്താറിന് 2 കൊല്ലത്തിന് മുമ്പ് ഞാൻ പോയി. CM-ന്റെ ഇഫ്താറിന് ഓപ്പോസിഷൻ ലീഡർ ഉണ്ട്, MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്, മതപണ്ഡിതന്മാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, പൗരപ്രമുഖരുണ്ട്. എല്ലാവരും നിരന്നിരിക്കാൻ. എനിക്ക് രോമാഞ്ചമായ അനുഭവമാണത്. ബാങ്ക് വിളിക്കാൻ 15 മിനിറ്റ് ബാക്കി. നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ഇസ്ലാമിന്റെ സൗന്ദര്യമായി പറയുന്നത് ബാങ്ക് വിളിക്കാൻ 15 മിനിറ്റ് ബാക്കി. തരിക്കഞ്ഞി മുതൽ മസാലക്കഞ്ഞി മുതൽ ജ്യൂസിന്റെ ഐറ്റംസ്, സ്നാക്സ്, ഈത്തപ്പഴം, എല്ലാ മലബാർ വിഭവങ്ങളും തീൻമേശയിൽ റെഡിയായി നിരത്തി വെക്കപ്പെട്ടു.
മന്ത്രി ഇരിപ്പുണ്ട്, CM ഇരിപ്പുണ്ട്, ഓപ്പോസിഷൻ ലീഡർ ഇരിപ്പുണ്ട്, എല്ലാവരും നിരന്നിരിക്കാൻ. ഇവരാരും സിംഹഭാഗവും മുസ്ലിങ്ങളല്ല. അവർക്ക് വേണമെങ്കിൽ കഞ്ഞി കുടിക്കാം, അവർക്ക് വേണമെങ്കിൽ ചായ കുടിക്കാം. നിങ്ങൾ ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം. അവര് ഒരു ഈത്തപ്പഴം എടുത്ത് കഴിച്ചില്ല, ഒരു ഗ്ലാസ് ചായ കുടിച്ചില്ല, ഒരു ജ്യൂസ് കുടിച്ചില്ല. എല്ലാവരും ഇങ്ങനെ കൈകെട്ടിയിരിക്കുകയാണ്. 6:35 കഴിഞ്ഞു. ബാങ്ക് വിളിക്കാൻ പ്രത്യേകം നിർദ്ദേശം കൊടുത്ത ഒരാൾ അവിടെ നിൽപ്പുണ്ട്. അയാളുടെ ബാങ്ക് കേൾക്കുന്നത് വരെ ഒരു കൈകളും ആ ഭക്ഷണത്തിലേക്ക് നീണ്ടിട്ടില്ല. ബാങ്ക് വിളി കേട്ടപ്പോൾ ആവേശത്തോടെ എല്ലാവരും ഈത്തപ്പഴം എടുത്ത് നോമ്പ് തുറക്കുമ്പോൾ അതേ ഈത്തപ്പഴം എടുത്ത് നോമ്പ് പിന്നെ വായിലേക്ക് വെച്ച് കഴിക്കുകയും ചായ കുടിക്കുകയും ചെയ്യുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം രാഷ്ട്രീയ നേതാക്കന്മാരും മുഴുവനും. എന്താ കാരണം? പിണറായി വിജയന് നോമ്പുണ്ടായതുകൊണ്ട്, സതീശന് നോമ്പുണ്ടായതുകൊണ്ട്, മന്ത്രിമാർക്ക് നോമ്പുണ്ടായതുകൊണ്ട് ഒന്നുമല്ല. കാരണം അവർ ചെയ്യാൻ കാരണം ഇരിക്കുന്ന മുസ്ലിങ്ങളെയൊക്കെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. അവരുടെ മാസമാണ് റമളാൻ. ഈ സമയത്ത് കഴിക്കേണ്ട സമയമായിട്ടില്ല. പടച്ചോൻ അവരോട് പറഞ്ഞ സമയം ബാങ്ക് കേൾക്കുമ്പോഴാണ്. ആ സമയത്തെ നമ്മൾ എടുക്കാവൂ എന്ന ഒരു ചിന്ത അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കാത്തവർക്ക് പോലും ഉണ്ടായപ്പോൾ മുസ്ലിം ബീജത്തിൽ പിറന്ന മുസ്ലിം ഹിജാബ് ധരിച്ച നാണം കെട്ട മുസ്ലിം പെണ്ണിനെ ആരോടുള്ള വൈരാഗ്യമാണ് മോളെ? ഒരു നിമിഷം മതി സർവ്വതും തകർന്നു പോകാൻ. ഒരു ശ്വാസം നിലച്ചു പോയാൽ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ കൈയും കെട്ടി കണ്ണും പൂട്ടി മറുപടി പറയേണ്ടി വരും. ഇത് അല്ലാഹുവിന്റെ ദീനിനോടുള്ള കളിയാകരുത്. പടച്ചവന്റെ ചിഹ്നത്തെ ബഹുമാനിക്കണം, ആദരിക്കണം. റമളാൻ മാസത്തിന്റെ പട്ടാപ്പകല് നിനക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ആനുകൂല്യങ്ങളൊക്കെയും ഗോപ്യമാക്കി രഹസ്യമാക്കി വെക്കേണ്ട നീ പരസ്യമായിട്ട് കാമുകന്റെ കൈ പിടിച്ചിട്ട് ഈ നിലയിൽ കഴിക്കുന്ന ഭക്ഷണം അന്തസ്സിന് ചേർന്നതല്ല. ആ നിലയിൽ മുസ്ലിം പെണ്ണെട്ടി. എന്നാൽ ഇത് പ്രസംഗിച്ച് നോക്ക്. അപ്പോഴും വരും കുറെ പെണ്ണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ശൈത്താന്മാർ വരും. ഉടനെ വരും. ഈ മുസ്ലിം പെണ്ണിന് വേണ്ടി വാദിക്കുന്നവർ വരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ദീനാണ്, പടച്ചവന്റെ ദീനാണ്. ആ ദീൻ ഒരിക്കലും കളിയാക്കാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. മാനം മര്യാദയ്ക്ക് അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിച്ചാൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയും. കോടത്തൂര് പറഞ്ഞു ഇന്നലെ ബഹുമാനപ്പെട്ട ബാക്കവി പറഞ്ഞ കഥ ശരിയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് കരുനാഗപ്പള്ളിയിൽ പകല് റമളാൻ പ്രഭാഷണത്തിന് അഹമ്മദ് കബീർ ബാക്കവി ജോലി നോക്കുന്ന പള്ളിയിൽ ഞാൻ പോകുമ്പോ തലേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഷമീർ എന്ന് പറയുന്ന സഹോദരനാണ്. എന്റെ ഭാര്യ ഷഹനയാണ് കഴിഞ്ഞ ദിവസം മസ്ജിദ് നബവിയിൽ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീൽ അടക്കം ചെയ്യപ്പെട്ടത്. നിങ്ങളൊക്കെ പ്രസംഗം വലിയ ഇഷ്ടമുള്ളവരാണ്. എന്റെ ഭാര്യ ഒന്ന് വീട്ടിൽ വരണം. ഞാൻ പ്രസംഗിക്കുന്ന സ്ഥലത്ത് ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് വീട്. ഞാൻ പ്രസംഗം കഴിഞ്ഞ നേരെ ആ വീട്ടിലേക്ക് പോയി. ആ സഹോദരിയെ പറ്റി പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയത്, നമ്മളൊക്കെ പറയുമല്ലോ, ഈ ഒരു പുതിയ ചൊല്ലുണ്ടല്ലോ, ഈ പെണ്ണിന്റെ അപ്പുറത്തെ വീട്ടിലെ പെണ്ണിന്റെ സൗന്ദര്യം കാണുമ്പോൾ നമ്മുടെ പെണ്ണിനെ എടുത്ത് കെട്ടിയെറിയാൻ തോന്നുന്നു പറയുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ എന്നതുപോലെ അപ്പോഴും ഞാൻ ചിന്തിച്ചു, പടച്ചോനെ, നമ്മുടെയൊക്കെ ഭാര്യമാര് നമ്മൾ ഈ പ്രസംഗിച്ചിട്ട് നമ്മൾ വലിയ പ്രഭാഷകനാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുമ്പോ നമ്മുടെ ഭാര്യമാർക്ക് ഈ ഷഹനയെ പോലുള്ള പെണ്ണിന്റെ ഈമാനിന്റെ കോടിയംശമില്ലല്ലോ എന്ന് ചിന്തിച്ചു പോയി. ആ പെണ്ണിന്റെ കഥ ഭർത്താവും വാപ്പായും ഇരുന്നിട്ട് ഒരു മരണ വീട്ടിൽ പോയി ഒരാഴ്ച പിന്നിട്ടപ്പോൾ ആ വീട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോ ആ പെണ്ണിന്റെ ഭർത്താവ് ഷമീറും ആ പെണ്ണിന്റെ വാപ്പയും ഒരു തുള്ളി കണ്ണുനീരൊഴുക്കുന്നില്ല ആ ഷഹനായെ പറ്റി പറയുമ്പോ. കാരണം എന്താണ്? അവർക്കൊരു സന്തോഷം പോലെയാണ്, അവർക്കൊരു ആനന്ദം പോലെയാണ്. പരിശുദ്ധമായ ബഖയിൽ കിടക്കാൻ പറ്റിയില്ലേ? ആ ബഖയിൽ കിടക്കുക മാത്രമാണോ? 4 ദിവസം മാത്രം പ്രായമുള്ള സുഡാനി കുഞ്ഞിനെ ആ പിതാവ് എന്ത് ചെയ്യണമെന്നറിയാതെ ജന്നത്തുൽ ബഖീന്റെ മുമ്പിൽ, മസ്ജിദുൻ നബവിയുടെ ഹുജറത്ത് ശരീഫിന്റെ മുമ്പിൽ ഒരു കുഞ്ഞുമായിട്ട് 4 ദിവസം പ്രായമുള്ള കുഞ്ഞുമായിട്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ തരുവോ, എന്റെ ഷഹനയുടെ നെഞ്ചകത്തേക്ക് വെച്ചു കൊടുക്കാമെന്ന് ബന്ധുക്കൾ ചോദിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുഡാനിലെ ആ പിതാവ് ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ കൈമാറി ആ പൊന്നുമോളുടെ നെഞ്ചത്തേക്ക് കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ലാതിരുന്നിട്ട് മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്തുള്ള ജന്നത്തുൽ ബഖീന്റെ ഖബറിന്റെ കുഴിക്കുള്ളിലേക്ക് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ നെഞ്ചകത്തേക്ക് എന്നേക്കുമായി കാലാകാലം
കാലം അല്ലാഹുവിന്റെ കോടതി എത്തുന്നത് വരെ കിടക്കാൻ വേണ്ടിയിട്ട് എവിടെയോ ജനിച്ച ഒരു കറുത്ത കുഞ്ഞിന്റെ ശരീരത്തെ തന്റെ പ്രിയപ്പെട്ട നെഞ്ചകത്തേക്ക് ചേർത്ത് വെക്കാൻ കൊടുത്ത ആ പെണ്ണ് ക്വാളിറ്റി ഉണ്ടായത്. ആ ഭർത്താവ് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് മദീനയോടുള്ള സ്നേഹമാണ്. എന്റെ ഭാര്യ എത്രയോ തവണ മദീനയെ സ്വപ്നം കണ്ടു, മസ്ജിദ് നബവിയെ സ്വപ്നം കാണുന്നു, അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നം കണ്ടോ എന്ന് എന്നോട് എന്റെ ഭാര്യ പറഞ്ഞിട്ടില്ല. ഷമീറിന്റെ വാക്കുകളാണിത്. ചിന്തിക്കണം, നമ്മുടെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ? നമ്മുടെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ പെണ്ണുങ്ങളുടെ അവസ്ഥ റമളാൻ മാസത്തിൽ പകല് കാമുകന്റെ തോളത്ത് കൈയിട്ട്, എന്നാ നല്ലവന്റെ പോടാ, ഇതൊരു കരിങ്കുരങ്ങന്റെ കൂടെ കയ്യിൽ തോളിൽ കൈയിട്ട് പരസ്യമായിട്ട് പരിശുദ്ധ റമളാനിനെ അവഹേളിക്കുന്ന രീതിയിൽ പരസ്യമായിട്ട് അവഹേളിക്കുന്ന കളിയാക്കുന്ന ഒരു അവസ്ഥയിൽ മുസ്ലിം പെണ്ണ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് പടച്ചവന്റെ മുമ്പിൽ തുറന്നു പറയാൻ അള്ളാഹ് നമ്മുടെ തൊട്ടടുത്തുള്ളപ്പോൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് എനിക്ക് പടച്ചോനും വേണ്ട, ദീനും വേണ്ട, പള്ളിയും വേണ്ട എന്ന ഒരു ചിന്തയിൽ ജീവിക്കുന്ന മുസ്ലിം പെണ്ണ്, മരിക്കണം നിനക്കെങ്കിൽ, നന്നായിട്ട് മരിക്കണമെങ്കിൽ നിന്റെ കാമുകം വരില്ല, നിന്റെ കാമുകം വരില്ല. മരിക്കുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ടവരാരും വരില്ല. ആ സമയത്ത് ഒറ്റയ്ക്ക് നീ അനുഭവിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥ നിനക്ക് വരുന്നതിന് മുമ്പ് ഒരു നിമിഷം നീ ഒന്ന് ചിന്തിക്ക്, നിന്റെ പരലോകത്തെ പറ്റിയിട്ട്. ആ ഒരു ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചതമ്പുരാൻ നോമ്പിനിടയിൽ ഈ പടച്ചോൻ തൊട്ടടുത്തുണ്ട് എന്ന് പറയുന്നത്. അബൂ സുലൈമാനു ദാറാനി തങ്ങളെ പോലുള്ള മഹാന്മാര് പടച്ചോനോട് കുശലം പറയാൻ, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സംസാരിക്കുന്ന കൊലത്തിലാണ് സംസാരിച്ചത്. എന്താ പറഞ്ഞത്? പടച്ചോനെ, നീ എന്നെ നാളെ പരലോകത്ത് എന്റെ പാപങ്ങളെങ്ങാനും എടുത്ത് പറഞ്ഞിട്ട് എന്നെ ആക്ഷേപിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഉറക്കെ പറയും, നീ വലിയ മാപ്പ് കൊടുക്കുന്നവനല്ലേ, എനിക്ക് പുറത്തുനിന്നൂടെ എന്ന് ഞാൻ ചോദിക്കും. എത്ര സിമ്പിൾ ആയിട്ട് അല്ലാഹുവോട് സംസാരിക്കാൻ അത്രയും അടുപ്പം അല്ലാഹുവുമായിട്ട് ഉണ്ടാക്കിയെടുത്തു. അത് റമളാനിലാണ്, അത് റമളാനിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ടാണ് 83, 84, 85, 183, 184, 185 ആയത്തുകൾ റമളാനെ പറ്റി, 187 റമളാനെ പറ്റി, ഇതിനിടയിൽ 186 പടച്ചോൻ നമ്മുടെ സമീപസ്ഥനാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നോമ്പിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടത് കൊളസ്ട്രോൾ കുറയ്ക്കലല്ല, ഷുഗർ കുറയ്ക്കലല്ല, വയറ് കുറയ്ക്കലല്ല, മറിച്ച് അല്ലാഹുവുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കലാണ്. ഇനി എന്നാ നോമ്പ് 23 തീർന്നു, നോമ്പ് 23 തീർന്നു, നോമ്പ് 24ന്റെ നിയത്തും വെച്ചുകൊണ്ടിരിക്കാൻ, 24ന്റെ അത്താഴം കുടിക്കാൻ കാത്തിരിക്കാൻ. ഇനി അങ്ങ് അറ്റം പോയാൽ 6 നോമ്പ്, ഇല്ലെങ്കിൽ 5 നോമ്പ്, അല്ലേ? അതല്ലേ ഉള്ളൂ. 7 നോമ്പ് അല്ലെങ്കിൽ 6 നോമ്പ്. ഈ നോമ്പിന്റെ എങ്ങനെ നമുക്ക് പറ്റണം. ഇനിയാണ് 25-ാം രാവുള്ളത്, ഇനിയാണ് 27-ാം രാവുള്ളത്, ഇനിയാണ് 29-ാം രാവുള്ളത്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നന്നാക്കി തരട്ടെ നമ്മളെല്ലാവരെയും. അല്ലാഹു നമ്മുടെ ജീവിതത്തെ ഏറ്റവും സന്തോഷകരമാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്ർ കൂടെ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ പെരുമ്പാവൂരിൽ വട്ടക്കാട്ടുപടി എന്ന് പറഞ്ഞ പ്രദേശത്ത് പള്ളിയിലാണ് കയറിയത്. എന്നോട് പറഞ്ഞു, ഉസ്താദേ, അവസാനത്തെ 10 ആയപ്പോൾ ആള് കുറഞ്ഞു വന്നു. ഞങ്ങളുടെ നാട്ടിൽ അവസാനത്തെ 10 ആള് കൂടി വരുന്നത്. കുഴപ്പങ്ങളൊക്കെ തിരുവനന്തപുരം ജില്ലയിലാണ് സംബന്ധിച്ച് എല്ലാ പ്രശ്നങ്ങളും തിരുവനന്തപുരം ജില്ലയിലാണ്. ഇവിടുത്തെ പകുതി പെണ്ണുങ്ങൾ അവിടെ പർദ്ദയിടൂല. ഏറ്റവും കൂടുതൽ പ്രവാചകരുള്ളത് അവിടെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കുഴപ്പം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ധൈര്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും, ഞങ്ങളുടെ കൺമുമ്പിലല്ലേ നടക്കുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനത്തോടെ പറയാം, ഞങ്ങളുടെ പള്ളിയിൽ അകംപള്ളി നിറഞ്ഞ്, മുകളിലത്തെ പള്ളി നിറഞ്ഞ്, 2 സൈഡിലെ പള്ളി നിറയും തറാവീഹ് നിസ്കാരത്തിന്. തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ 1 മണിക്കൂർ എനിക്ക് പ്രസംഗം ഉണ്ട് പള്ളിയിൽ. റമളാൻ 30 സലീം കോടത്തൂർ എന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ കഴിഞ്ഞ വർഷവും വിളിച്ച് ഞാൻ വന്നു, അതുകൊണ്ട് ഈ വർഷം വിളിച്ച് ഞാൻ വരാമെന്ന് പറഞ്ഞു. സത്യസന്ധമായി പറഞ്ഞാൽ അവസാനത്തെ 10 മാറി നിൽക്കാൻ പറ്റില്ല. കാരണം ആകെ ജുമഅയ്ക്ക് മാത്രം പള്ളിയിൽ പോകുന്ന ഒരാളാണ്, കരിക്കാനല്ല ജോലിക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ റമളാനില് 30 ദിവസവും പരമാവധി ഞാൻ പള്ളിയിൽ ഉണ്ടാകാറുണ്ട്. കാരണം തറാവീഹ് കഴിഞ്ഞാൽ 1 മണിക്കൂർ പ്രസംഗമുണ്ട്. പള്ളി നിറച്ച ആളാ. പെരുമ്പാവൂരെത്തിയപ്പോൾ ആളുകൾ പറയുന്നു, അവസാനത്തെ 10 തീരെ ആളില്ല ഉസ്താദേ. ഞാൻ ചെന്നു പറ്റി, പർച്ചേസിന്റെ സമയമല്ലേ? അതാ പർച്ചേസിന്റെ സമയം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പർച്ചേസ് അല്ലല്ലോ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ശ്രേഷ്ഠമായ രാവുകൾ അവസാനത്തെ രാവ 23, 25, നാളെ 27, മറ്റന്നാൾ ശനിയാഴ്ച, 29 തിങ്കളാഴ്ച. ഇത്രയും ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഇനിയുണ്ട്. ഒറ്റ രാവുകൾ. നന്നാവാൻ 1 സെക്കൻഡ് മതിയല്ലോ നമുക്ക്, ഒരൊറ്റ നിമിഷം മതിയല്ലോ നമുക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്നാകാൻ കഴിയണം. ഒരൊറ്റ നിമിഷം കൊണ്ട് നന്നാകാൻ കഴിയണം.
നബവിയെ പോലെ മാത്യൂസിനെ പോലെ കേസീസ്കളയെ പോലെ കമലാസുരയെ പോലെ ഫാത്തിമ ശബരിമലയെ പോലെ മുഹമ്മദ് അലിയെ പോലെ നമുക്ക് മാറാൻ കഴിയണം. ഒരൊറ്റ നിമിഷം കൊണ്ട് നമുക്ക് മാറാൻ കഴിയണം. അഭിമാനത്തോടെ മുസ്ലിം വീട്ടിൽ ജനിച്ചു പോയ പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിം ചെറുപ്പക്കാരാ, ചെയ്താലും നിന്റെ മുമ്പിൽ പടച്ച തമ്പുരാൻ കടന്നു വരും. എന്നിട്ട് അല്ലാഹു നിന്നോട് പുറത്തു തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അതാണ് കുശലാന്വേഷണം പോലെ, കൂട്ടുകാരുടെ സംസാര ശൈലി പോലെ, ഭാര്യ ഭർത്താവിനോട് വിരോധിക്കുന്നത് പോലെ. അല്ലാഹുവേ, ഇവിടെ ഞാൻ ചെയ്തു പോയ പാപങ്ങളെങ്ങാനും പരലോകത്ത് വെച്ച് നീ ചോദിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് ഞാൻ നിന്നോട് പറയും, നീ ഏറ്റവും വലിയ മാപ്പ് കൊടുക്കുന്നവരല്ലേ, എനിക്ക് പുറത്തു തന്നൂടെ എന്ന് ഞാൻ ചോദിച്ചു. നീ എന്താ ചെയ്യുക? രണ്ടാമത് അബൂ സുലൈമാൻ ദാറാനി തങ്ങൾ പറയുകയാണ്, ലൈലൽ താലത്തുനി ബിബുഖിലി, എന്റെ ലുബ്ബിന്റെ പേരിൽ നീ നാളെ പിടിച്ചു നിർത്തിയാൽ, സമയം നിനക്ക് ചെലവഴിക്കാതെ ലുബ്ബാക്കിയതിന്റെ പേരില്, സമ്പത്ത് നിനക്ക് വേണ്ടി ചെലവഴിക്കാതെ ലുബ്ബ് ചെയ്തതിന്റെ പേരില്, പടച്ചവനെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് നീ എന്നെ നാണം കെടുത്തിയാ, ഞാൻ നിന്റെ മുമ്പിൽ ഉറക്കെ ചോദിക്കും, നീ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനല്ലേ, നീ ഏറ്റവും വലിയ ധർമ്മം ചെയ്യുന്നവനല്ലേ, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തന്നൂടെ എന്ന് ചോദിക്കുമെന്ന് പടച്ചവനോട് കുശലം പറയുന്ന അബൂ സുലൈമാൻ ദാറാനി മൂന്നാമത് പറഞ്ഞതെന്നറിയോ? അവിടെയാ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു പടച്ച തമ്പുരാൻ സൃഷ്ടാവിനോട് സൃഷ്ടിയായ ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, റബ്ബേ, നാളെ നീ നരകത്തിലെങ്ങാനും എന്നെ വലിച്ചെറിഞ്ഞാൽ, ആ നരകത്തിൽ ഞാൻ കിടക്കേണ്ടി വന്നാൽ അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഞാൻ വിളിച്ചു കൂട്ടിയിട്ട് ജനങ്ങളോട് ഞാൻ വിളിച്ചു പറയും, തമ്പുരാനെ, ഇന്നീക്കത് എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന്, എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണെന്ന്. കാരണം നീ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരിക്കലും നീ ഇഷ്ടപ്പെടുന്നവരെ നരകത്തിൽ പ്രവേശിപ്പിക്കില്ലെന്ന്. നീ എന്നെ നരകത്തിലെങ്ങാനും വലിച്ചെറിഞ്ഞാൽ ലോകത്തിന്റെ മുമ്പിൽ ഞാൻ നരകത്തിൽ നിന്ന് വിളിച്ചു പറയും, എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണെന്ന്. പ്രിയപ്പെട്ട സഹോദരി, സഹോദര, പടച്ച തമ്പുരാൻ അവൻ ഇഷ്ടപ്പെടുന്നവരെ നരകത്തിൽ പ്രവേശിപ്പിക്കില്ല. ആ ഒരു നിലയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പടച്ചവനിലേക്ക് ലയിച്ചു ചേർന്നിട്ട് അല്ലാഹുവോട് സംസാരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമുക്ക് പടച്ചവനോട് സംസാരിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിന് പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹുവിന്റെ സാമീപ്യം നമ്മൾ കരസ്ഥമാക്കുന്നവരാകണം. എപ്പോഴും പടച്ച തമ്പുരാൻ നമ്മുടെ സമീപത്തുണ്ട്. ആ സമീപസ്ഥനായ പടച്ച തമ്പുരാനെ വാരിപ്പുണരാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, പട്ടേരിയിലെ പള്ളിപ്പൊടിയതാണെന്ന് കരുതിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ചവൻ നമ്മളെ പ്രത്യേകം പദവി തരണമെന്നില്ല. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ആനമങ്ങാട് ഉസ്താദ് പറഞ്ഞതുപോലെ പള്ളി വെച്ച് ശരിയാണ്, പക്ഷേ നിസ്കരിക്കാൻ കൂടി ആളുണ്ടാകണം. പള്ളിയോട് നമുക്ക് ബാധ്യതയുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ആനമങ്ങാട് ഉസ്താദ് പറഞ്ഞല്ലോ, ഇതിൽ നമുക്ക് ഇനിയുള്ള ബാധ്യത പള്ളിയിലെ നിസ്കാരമാണ്. ഈ നിസ്കാരം പള്ളിക്കകത്ത് സജീവമാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ചൈതന്യമുണ്ടാവുക. അല്ലാതെ പള്ളി വെച്ചു എന്നത് ഒരിക്കലും നമുക്ക് പദവി ഉയരാൻ കാരണമല്ല. AC പള്ളി പള്ളി എന്ന് പറയുന്നത് പദവിക്ക് കാരണമല്ല. ചില പള്ളികൾ വളരെ മനോഹരമാണ്, പക്ഷേ നിസ്കരിക്കാൻ ആളുണ്ടാവൂല, നിസ്കരിക്കാൻ ആളുണ്ടാവൂല. ഏതുപോലെയാണ് എല്ലാവരും പശുവിനെ വാങ്ങി വില കൊടുത്തിട്ട് 50,000 രൂപ വില കൊടുത്തിട്ട് പശുവിനെ വാങ്ങി. പശു കൊണ്ടുണ്ടാകുന്ന നേട്ടം ഏതാണ്? നമ്മുടെ നാട്ടിലെ പശു കൊണ്ടുണ്ടാകുന്ന നേട്ടം അതിന്റെ പാല് കറന്നെടുക്കലാണ്. അകിടിൽ നിന്ന് പാല് ചുരത്താനല്ലാതെ പശുവിനെ കൊണ്ട് എന്തെങ്കിലും ഗുണം നമുക്കുണ്ടോ? ഇല്ല. എന്നാലും വില കൊടുത്ത് വാങ്ങിയ പശു നമുക്ക് പാല് തരുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, പശുവിനെ കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? മനോഹരമായ പശു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇന്ന് പള്ളികളിൽ ചിന്തിച്ചു നോക്ക്, നിസ്കരിക്കാൻ പള്ളിയിൽ ഖതീബുണ്ട്, ബാങ്ക് കൊടുക്കുന്ന മുക്രിയുണ്ട്, അല്ലെങ്കിൽ കുറെ പ്രായമുള്ള വൃദ്ധന്മാരുണ്ട്. അല്ലാതെ നിസ്കരിക്കാൻ ചെറുപ്പക്കാരെ കടന്നു വരുന്നില്ല. പോരകളെ സഹോദര, നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരും ഭർത്താക്കന്മാരും പള്ളിയിലേക്ക് വിടണം. നിങ്ങളുടെ പൊന്നുമക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ പള്ളിക്കപ്പുറം പെയിന്റ് കൂട്ടിയിട്ട് കാര്യമില്ല. സഹോദരങ്ങളെ, എത്ര നല്ല പള്ളിയാണെങ്കിലും ആ പള്ളിക്ക് മനോഹാരിത നിസ്കാരമാണ്. വെറും പ്രൗഢിയിൽ
മാത്രം ഫലം എന്തുണ്ട്? പാലില പശുവിനെ കാഴ്ചയിൽ രസമുണ്ട്. ചില പള്ളികൾ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതാ. ജുമയ്ക്ക് പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ. ചില പള്ളികൾ മനോഹരമാണ്, പക്ഷെ ജുമ പോലെ നിസ്കരിക്കണമെങ്കിൽ പ്രാവുകൾ വരണം. ആ ഒരു നിലയിൽ നമ്മുടെ പള്ളിയായ പോരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ സാമീപ്യം നമുക്ക് ഉണ്ടാകണം. നാട് ദീനിയായ രീതിയിൽ വരണം നമ്മുടെ നാടുകൾ. അതിന് പ്രിയപ്പെട്ട സഹോദരിമാരെ, റമളാനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏറ്റവും വലിയ പദവി അല്ലാഹു തരുന്നത് അവൻ നമ്മുടെ ചാരത്തിനെന്ന് പറയുന്ന പദവിയാണ്. ആ പദവി നമുക്ക് തരുന്നത് ഒരു ശുദ്ധമായ വ്രതാനുഷ്ഠാനത്തിലൂടെയാണ്. അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാകണം നമ്മുടെ നോമ്പ്, അതിനുവേണ്ടിയാകണം നമ്മുടെ പരിശ്രമങ്ങൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരിക്കലും നോമ്പ് പിടിച്ചത് കൊണ്ട് നമ്മുടെ ചൈതന്യം നമുക്ക് ഏറ്റവും പ്രധാനമായി കിട്ടേണ്ടത് അല്ലാഹുവിനെ നമുക്ക് കിട്ടലാണ്. എന്റെ റബ്ബിനെ എനിക്ക് കിട്ടലാണ്. ഏറ്റവും വലിയ വാക്കേതാണ്, ഏറ്റവും വലിയ വാക്കേതാണ്. ചിന്തിച്ചു നോക്ക്. കൂടുതൽ നമുക്ക് അറിയുന്നത് പോലെ ഒരു മനുഷ്യൻ പറയുന്ന ഏറ്റവും നല്ല വാക്കേതെന്നറിയോ? ഏറ്റവും നല്ല വാക്ക് മനുഷ്യൻ പറയുന്നത് ഞാൻ നിന്റെ കൂടെ ഉണ്ട്. മലയാളത്തിലെ ഏറ്റവും മനോഹരമായ വാക്കേതെന്ന് ചോദിച്ചാൽ ഞാനും നീയും തനിച്ചാവുക എന്നതല്ലേ. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളോട് തനിച്ചിരിക്കാൻ, ഒറ്റയ്ക്കിരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടും. നമ്മുടെ പ്രേമവാചനത്തിനോട് നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ വലിയ താല്പര്യമാണ്. ഏറ്റവും വലിയ മനോഹരമായ വാക്ക് പ്രണയത്തിന്റെ ആളുകൾ പറയാറുണ്ട്. ഏറ്റവും വലിയ വാക്ക് എന്ന് പറഞ്ഞാൽ ഞാനും നീയും എന്ന വാക്കാണ്. ഞാനും നീയും എന്ന വാക്കാണ്. വിശുദ്ധ ഖുർആനിൽ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും നല്ല വാക്കേതെന്നറിയോ? വിശുദ്ധ ഖുർആൻ പ്രണയത്തിന്റെ ഒരു ഭാഗം പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ പ്രണയത്തെ പറ്റി വാചാലമാകുന്നുണ്ട് പടച്ചതമ്പുരാൻ. അതേത് പ്രണയമാണ്? കാമുകയും കാമുകരും തമ്മിലുള്ള പ്രണയമല്ല. സ്വന്തം ഭർത്താവിനെ എത്രയോ പീസാക്കിയിട്ട് കറുത്ത പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് ഓട്ടോ പിടിച്ചു കൊണ്ടുവന്ന നദിയിൽ അടിക്കുന്ന പെണ്ണിന്റെ പ്രണയത്തെ പറ്റിയല്ല ഖുർആൻ പറയുന്നത്. സ്വന്തം ഭാര്യയെ അടുത്ത് കിടത്തിയിട്ട് അന്യ പെണ്ണുങ്ങളുമായിട്ട് ചങ്ങാത്തം പുലർത്തിയിട്ട് സ്വന്തം മക്കളെ ചതിക്കുന്നവരുടെ കാര്യമല്ല, പ്രണയമല്ല ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രണയം ഏതെന്നറിയോ? വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രണയം ഞാനും നീയും. ആരാണ് ഞാൻ? ആരാണ്? അല്ലാഹു. നീ ആരാണ്? ഖുർആൻ പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഖുർആൻ വായിക്കുന്ന ഓതുന്നവരാണ്, അല്ലെങ്കിൽ ഖുർആൻ സംസാരിക്കപ്പെടുന്ന ഒരു വ്യക്തി. അതാണ് ഏറ്റവും വലിയ പ്രണയത്തിന്റെ വാചകം. അങ്ങനെ ആക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ അടുത്തുണ്ടായ മാത്രം പോരാ. ഞാനും നീയും മാത്രമാണ് പടച്ചവനെ എന്ന് പറയാൻ. അല്ലാഹുവേ ഞാനും നീയും മാത്രം. സൗറിൽ വെച്ച് പറഞ്ഞ വിധങ്ങളതാണ്. സൗറിൽ വെച്ച് റസൂലുള്ളാഹി പറഞ്ഞതാണ്. നൈലിൽ വെച്ച് മൂസാ നബി പറഞ്ഞതും അത് തന്നെയാണ്. സൗർ ഗുഹയിൽ വെച്ച് ചരിത്രമറിയുമല്ലോ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞതെന്താണ്? ലാ തഹ്സൻ, അബൂബക്കറെ പേടിക്കേണ്ട, ഇന്നല്ലാഹ മഅനാ. പടച്ചവൻ എന്റെയും നിന്റെയും അടുത്തുണ്ട്. അല്ലാഹ് നമ്മളോടൊപ്പമുണ്ട്. സിദ്ദീഖേ പേടിക്കണ്ട സിദ്ദീഖേ. അതേ വാക്ക് തന്നെയല്ലേ മൂസാ നബി നൈലിൽ വെച്ച് പറഞ്ഞത്. മുന്നിൽ അതാ വലിയ അലറി വിളിക്കുന്ന തിരമാലയാണ്, ചെങ്കടലാണ്, പിന്നിൽ ഫറോവയുടെ പടയോട്ടമാണ്. മൂസാ നബിയോട് ജനങ്ങൾ ചോദിക്കുകയാണ്, മൂസാ അൽ ബഹറു അമാമനാ വൽ അദു വറാനാ. പിന്നിൽ ശത്രുക്കളാണ്, മുന്നിൽ അലറി വിളിക്കുന്ന ചെങ്കടലാണ്. മൂസാ നമ്മൾ പെട്ടുപോയല്ലോ. ആ സമയത്ത് മൂസാ നബി പറയുന്ന വാക്കേതെന്നറിയോ? ഇന്ന മഅയ റബ്ബീ സയഹ്ദീ. കാര്യമാനയല്ല ബനൂ ഇസ്രായേലികളെ, ഇന്ന മഅയ റബ്ബീ സയഹ്ദീ. അല്ലാഹ് എന്നോടൊപ്പമുണ്ട്. ഏറ്റവും വലിയ പ്രണയവാചകം അതാണ്. പടച്ചവനെ പ്രണയിക്ക്, അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ഇരട്ടി ഇങ്ങോട്ട് കിട്ടും. നമ്മൾ എപ്പോഴും അവനെ ഓർത്താൽ ആ സമയത്തൊക്കെ പടച്ചതമ്പുരാൻ നമ്മളെ ഓർക്കും, ഇങ്ങോട്ട് നമ്മളെ ഓർക്കും. ആ രീതിയിൽ പടച്ചവനെ പ്രണയിക്കാൻ നമുക്ക് കഴിയണം. ഒരിക്കലും നമ്മളെ കൈവിടില്ല പടച്ചതമ്പുരാൻ.
എങ്ങനെയാണ് അല്ലാഹു കൈവിടുക? ഏത് സമയത്ത് നമ്മളോടൊപ്പം ഉണ്ടാകും. കണ്ണാമ്പൊത്തി കളിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ. ഞങ്ങളുടെ നാട്ടിൽ കണ്ണ് പൊത്തി കളിക്കാന്ന് പറയുന്ന കുട്ടികൾ ഓടി വന്നിട്ട് ഒളിച്ചു വന്നിട്ട് ഒരു കുട്ടിയുടെ കണ്ണിലേക്ക് പൊത്തികിട്ട് ആരാണെന്ന് പറ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ സമയത്ത് കൈയുടെ നനുനനുത്ത അനുഭവം കൊണ്ട് ആ കണ്ണ് പൊത്തപ്പെട്ട കുട്ടി പറയും ഇന്ന ആളല്ലേ എന്ന് ചോദിക്കും. അവരുടെ മണം, അവരുടെ സ്പർശനം, അവരുടെ നനുനനുപ്പ്, ആ കൈയിന്റെ മാർദ്ദവമായ അല്ലെങ്കിൽ ലോലമായ അല്ലെങ്കിൽ മിനുസമായ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ആ കണ്ണ് പൊട്ടിയ ആളിന്റെ ഏതെങ്കിലും നിലയിലുള്ള അടയാളങ്ങൾ കൊണ്ട് പൊത്തപ്പെട്ട വ്യക്തി ചോദിക്കും അല്ലെങ്കിൽ കുട്ടി ചോദിക്കും ഇന്ന ആളല്ലേ എന്ന്. കണ്ണ് പൊട്ടി കളിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ കുറെ നാളത്തേക്ക് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് പടച്ചവനങ്ങ് മാറി നിന്നു. എന്താണെന്നറിയോ? ആളുകൾ പറയാൻ തുടങ്ങി മുഹമ്മദിനെ അല്ലാഹു കൈയൊഴിഞ്ഞു, മുഹമ്മദിനെ അല്ലാഹു കൈയൊഴിഞ്ഞു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് വല്ലാതെ വിഷമിച്ചു. ആ സമയത്താണ് കാരുണ്യത്തിന്റെ സ്പർശനവുമായിട്ട് അല്ലാഹു അതാ ഒരു നനുനനുത്ത കൈ റസൂലുള്ളാഹിന്റെ കണ്ണ് പൊട്ടിയിട്ട് ഇല്ല നബിയേ, ഞാൻ പോയിട്ടില്ല നബിയേ, ഞാൻ പോയിട്ടില്ല റസൂലേ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് അല്ലാഹു വന്നത്. വല്ലാഹി വല്ലൈലി ഇദാ സജാ മാ വദഅക റബ്ബുക വമാ ഖലാ. പടച്ചവൻ പറയുകയാണ് വല്ലാഹി പൂർവാനത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ ശാന്തമായ പാതിരാത്രിയുടെ നിശബ്ദത തന്നെയാണ് സത്യം. മാ വദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹു അങ്ങയെ കൈവിട്ടിട്ടില്ല റസൂലേ, അങ്ങയെ അല്ലാഹു വെറുത്തിട്ടില്ല നബിയേ, വെറുക്കൂല നബിയേ, കൈവിടില്ല നബിയേ. നമ്മളെ കൈവിടില്ല, അല്ല നമ്മളെ വെറുക്കില്ല, അല്ല നമ്മളെ തൊട്ടടുത്ത് കരീമിലുണ്ട്. പക്ഷെ നമ്മൾ എന്തു വേണം? നമ്മൾ എന്തു വേണം? അവനോട് നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ, അവനോട് നമ്മുടെ കുശലങ്ങൾ പറയാൻ, അവനോട് നമ്മുടെ സങ്കടങ്ങൾ സന്തോഷവും പങ്കുവെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കൈകെട്ടി നിൽക്കുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു രംഗമുണ്ട്. എന്താണെന്നറിയോ? ഇയ്യാക നഅ്ബുദു, പടച്ചവനെ ഞാൻ നിന്നെ ആരാധിക്കുന്നു, വയ്യാക നസ്തഈൻ, നിന്നോട് എന്റെ സങ്കടങ്ങൾ ഞാൻ പറയുന്നു. പടച്ചവനോട് സംസാരിക്കാതെ നമ്മൾ ആ ഒരു സംസാരത്തിന്റെ സുഖം, ഞാനും എന്റെ പടച്ചവനെ തനിച്ചാവുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അതിനപ്പുറം ലോകത്ത് എന്താ കിട്ടേണ്ടത്? റമളാൻ കൊണ്ട് ഉണ്ടാകേണ്ടത് അതാണ്.